കേൾപ്പിക്കുന്ന ഒരു സാത്വികൻ, കരിമഷി കൊണ്ട് കണ്ണിൽ ആട്ടക്കലാശം നടത്തിയ പാവം ബ്രഹ്മചാരി. കേട്ടുമറന്ന മനോഹരമായ കഥകളിലൊക്കെ അദ്ദേഹം വില്ലനാണെങ്കിലും ഞാൻ തോറ്റുപോയത് അദ്ദേഹത്തിന്റെ പ്രണയത്തിന് മുന്നിൽ മാത്രമായിരുന്നു. സുഭദ്രയുടെ സ്വന്തം ദിഗംബരൻ. ഒരുപക്ഷെ ശിവപുരത്തെ ആരും അറിയാത്ത ഒരു കോണിൽ നിന്ന് ദിഗംബരൻ ഇപ്പോഴും സുഭദ്രയെ പ്രണയിക്കുന്നുണ്ടാകും, അല്ലേ? അവളെ ആഗ്രഹിക്കുന്നുണ്ടാകും. അത്രമേൽ ആഴത്തിൽ പതിഞ്ഞതാണ് ദിഗംബരന്റെ പ്രണയം. രൗദ്രഭാവത്തിനും പ്രതികാരദാഹത്തിനും അപ്പുറം തന്റെ മനസ്സിൽ നൈർമല്യം തുളുമ്പുന്ന മനോഹരമായ പ്രണയം ആകാശത്തോളം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച് ദിക്കുകളെ അമ്പരമാക്കിയ ബ്രഹ്മചാരിയായ അസുരൻ. അനന്ത, ദീപങ്ങൾ സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ദീപങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ നാട്ടിലെ ശിവക്കാവൻ, അവിടെ എല്ലാരും സന്ധ്യക്ക് ദീപങ്ങൾ തെളിക്കും. ആളൊഴിയുന്ന സമയത്ത് ഈ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കും. ശവപൂജ, ആയില്യം നക്ഷത്രം അത്യുത്തമം. ആയില്യം നക്ഷത്രം അത്യുത്തമം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, നൂനലോളമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. ആരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. നിനക്കുണരണ്ടേ? എന്നോടൊപ്പം കഴിയണ്ടേ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ. അതുവരെ ക്ഷമിക്കും. സുഖമായി ഉറങ്ങ.
സാഗര സൗന്ദര്യം